ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇവിടെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. രാവിലെ പരവര നേരം ഇങ്ങനെ വെളുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ രാവിലെ ഉറക്കം ഉടനെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ദിവസവും ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നമ്മൾ പ്രായം ആകുമ്പോണ്ടാകുന്ന ആ ഒരു ചുളിവും കാര്യങ്ങളൊക്കെ മാറി സ്കിന്ന് നല്ല യങ് ആവാനും സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ്. അതിന് ഈ ഒരൊറ്റ സംഭവം മാത്രം മതി. ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇത് നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ലാണ്. ഈ ഫ്ലാക്സീഡ് ജെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഈ ഫ്ലാക്സീഡ് ജെല്ല് നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഞാനൊരു ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ ഫ്ലാക്സീഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഫ്ലാക്സീഡ് നമ്മുടെ ചുളിവുകൾ മാറ്റാൻ അടിപൊളി ഒരു സംഭവമാണ് ഈ ഫ്ലാക്സീഡിൻ്റെ ജെല്ല്. നമ്മുടെ സ്കിന്നിലൊക്കെ കണ്ണിൻ്റെ താഴെയും കവിളിലൊക്കെ നെറ്റിയിലൊക്കെ ചെറിയ ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഈ ഫ്ലാക്സീഡ് അടിപൊളിയാണ്. പിന്നെ അത് മാത്രമല്ല, ഫ്ലാക്സീഡ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കുകയും ചെയ്യും കേട്ടോ. സ്കിന്നിലെ പാടുകളൊക്കെ മാറ്റിയിട്ട് സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കും. അപ്പോൾ ഈ ഒരു ഫ്ലാക്സീഡ് ജെല്ലിൻ്റെ കുറച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കറിയാവുന്ന രീതിയിൽ ചെറിയ രീതിക്ക് കണ്ണിന് ചുറ്റും ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. കണ്ണിന് ചുറ്റും നമ്മൾ രണ്ടും റിംഗ് ഫിംഗർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് അതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറിയിട്ട് അവിടുത്തെ ചുളിവൊക്കെ മാറാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മൾ ചെറിയ രീതിക്ക് നമുക്കറിയാവുന്ന പോലെയൊക്കെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും ഈ ഒരു ഫ്ലാക്സീഡൊക്കെ നമ്മുടെ സ്കിന്നിലൊക്കെ പിടിച്ച് അത് നന്നായിട്ട് ഡ്രൈ ആയി വരും. അപ്പോൾ ഞാൻ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജൊക്കെ ചെയ്തതിന് ശേഷം അങ്ങനെ വെറുതെ വിട്ടേക്കാം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും അടുക്കള പണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ അങ്ങ് ചെയ്യാം. രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ നമുക്ക് ജോലി ഉണ്ടാവുമല്ലോ. അപ്പം ഈ ഒരു ഫ്ലാക്സീഡ് മുഖത്തിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതൊന്ന് ഡ്രൈ ആയി വരും. എന്താ കണ്ടില്ലേ, അതുപോലെ ഇങ്ങനെ ഉണങ്ങി നല്ല ഡ്രൈ ആയി വരും. അപ്പോൾ നമ്മൾ ഇത് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ സംസാരിക്കാനോ അങ്ങനെയൊന്നും പോകണ്ട. കാരണം അപ്പോഴത്തേക്കും ഇത് വലിഞ്ഞ് മുറുകിയിട്ട് ചുളിവ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ഡ്രൈ ആയ ഉടനെ വേറൊരു കാര്യം കൂടെ ചെയ്യണം. അതും കൂടെ ചെയ്യുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഫുൾ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ഐസ് ക്യൂബ് ഉണ്ടല്ലോ, ഐസ് ക്യൂബ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഫ്ലാക്സീഡ് ജെല്ല് ഉണങ്ങിയതിൻ്റെ പുറത്തോട്ട് ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അയ്യോ, എൻ്റെ ഐസ് ക്യൂബ് താഴെ പോയി. എടുത്തിട്ട് ഞാൻ വീണ്ടും മസാജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. സത്യം പറയാമല്ലോ, നിങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഞെട്ടും. കാരണം ഇത് അത്രയും എഫക്റ്റീവാണ്. നമ്മൾ ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ സ്കിന്ന് നമ്മുടെ കവിളൊക്കെ നന്നായിട്ട് ചുമന്ന് നല്ലൊരു പിങ്കിഷ് കളറായി മാറും കേട്ടോ. നമ്മളിത് സ്ഥിരമായി ചെയ്യുവാണെങ്കിൽ ആ ഒരു പിങ്കിഷ് ഗ്ലോ എപ്പോഴും നമ്മുടെ ഫേസിൽ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഐസ് ക്യൂബ് വയ്ക്കും ഇങ്ങനെ ഇതുപോലെ മസാജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഒരു തണുപ്പ് കാരണം. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്, എനിക്കങ്ങനെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ ഫേസ് ഫുള്ളായിട്ടത് ഒന്ന് ഐസ് ക്യൂബ് വെച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു. സത്യം പറയാമല്ലോ, ഈ ഒരു ഐസ് ക്യൂബ് ചെയ്തിട്ട് നമ്മൾ കണ്ണാടി നോക്കുകയാണെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ചുമന്ന് രണ്ട് കവിളൊക്കെ നന്നായിട്ട് പിങ്കിഷ് ഗ്ലോ ആവും കേട്ടോ. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൂടെ എത്രമാത്രം അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ കണ്ടില്ലേ, കവിളിൻ്റെ 2 സൈഡും നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എല്ലാ ദിവസവും രാവിലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സ്കിന്നിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള ഒരു മാറ്റം ഈ ഒരു റൊട്ടീൻ നമുക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടാറ്റാ.